കേരളത്തിലെ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിലയിലാണ് നിൽക്കുന്നത്. ഈ കുറവ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാത്രമല്ല, ഇവിടെ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് കണക്കാക്കുന്ന അമേരിക്കയിലെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും എടുത്താൽ അതിനേക്കാളും കുറഞ്ഞ നിരക്കാണ് നമ്മുടെ കേരളത്തിന് നേടാനായിട്ടുള്ളത്. ഇതൊരു ചെറിയ നേട്ടമല്ല. നാം ശ്രദ്ധിക്കേണ്ടത് 167.9 ബില്യൺ ഡോളർ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDP. എന്നാൽ അമേരിക്കയുടേത് 30.51 ട്രില്യൺ ഡോളറിൻ്റെ ഉടമയാണ്. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭീമനാണ്. എങ്ങനെയാണ് അവരെ മറികടന്ന് നമുക്ക് മുന്നിലെത്താനായത്? അവരുടെ GDP-യുടെ 0.55% മാത്രമാണ് നമുക്കുള്ളത്. എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അമേരിക്കയിൽ 1,00,000 പ്രസവങ്ങളിൽ 22.3 അമ്മമാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. കേരളത്തിൽ അത് 18. കേരളത്തിൽ 1000 ജനനത്തിന് 5 ശിശുമരണമാണ് ഉണ്ടാകുന്നത്. അമേരിക്കയിൽ അത് 5.6. നമ്മുടെ സാക്ഷരതാ നിരക്ക് പരിശോധിച്ചാൽ 96.2% കേരളത്തിൻ്റെ സാക്ഷരത. അമേരിക്കയുടെ സാക്ഷരതാ നിരക്ക് 79%. നമ്മുടെ സംസ്ഥാനത്ത് ബഹുമുഖ ദാരിദ്ര്യം ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടു. അവിടെ 0.55%. എന്നാൽ അമേരിക്കയിലത് 5.68%. ഇതാണ് വ്യത്യാസം. കുന്നുകൂടിയ സമ്പത്തല്ല, ജനങ്ങൾക്ക് നൽകുന്ന കരുതലും മുൻഗണനയുമാണ് ഒരു നാടിൻ്റെ യഥാർത്ഥ അളവുകോല് എന്നതാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്.